അന്യസംസ്ഥാന തൊഴിലാളികളിൽ അധികവും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകൾ. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 42 കേസുകളാണ് ഇവർക്കെതിരെ പെരുമ്പാവൂർ എക്സൈസ് എടുത്തത്. കോടികൾ വില വരുന്ന ബ്രൗൺ ഷുഗറും കഞ്ചാവുമാണ് ഇവർക്കിടയിൽ വിറ്റുവരുന്നത്. പെരുമ്പാവൂരിൽ മാത്രം 4 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. ഇവർ കൃത്യമായി ഒരു പ്രദേശത്ത് താമസിക്കാറില്ല. ഇവരിൽ ഭൂരിഭാഗവും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണെന്ന് പെരുമ്പാവൂരിലെ എക്സൈസ് വിഭാഗം പറയുന്നു. എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 9 കിലോ കഞ്ചാവും 40 ഗ്രാം ബ്രൗൺ ഷുഗറുമാണ് ഇവരുടെ മക്കളിൽ നിന്ന് കണ്ടെടുത്തത്. 42 കേസുകളും ഈ കാലയളവിൽ ഇവർക്കെതിരെ എടുത്തതായും എക്സൈസ് വിഭാഗം പറയുന്നു. കേസിൽപ്പെട്ടവർ ഞങ്ങൾ എടുക്കുന്ന കേസിൽപ്പെട്ടവരെല്ലാം ലഹരി നല്ലപോലെ ഉപയോഗിക്കുന്നവരാണ്. ചിലപ്പോൾ അവർ കൊണ്ടുവരുന്നത് അവരുടെ നാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് ലഹരി വസ്തുക്കൾ അവർ കൊണ്ടുവരുന്നത്. കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, അതാണ് അവരുടെ ഇടയിൽ ഏറ്റവും കൂടുതലുള്ളത്. ബ്രൗൺ ഷുഗറാണ് അവർക്ക് കൊണ്ടുവരാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം. ബ്രൗൺ ഷുഗറാണ്. ചെറിയ ഒരു പൊതി ആയാലും നമുക്ക് പിടിക്കപ്പെടാം. മറ്റത് നമ്മൾ ബൾക്കായിട്ട് കാണും. ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളാണ് പെരുമ്പാവൂരിൽ അധികമായുള്ളത്. അക്രമവാസന കാട്ടുന്ന ഇവർ ലഹരിക്കടിമയാകുന്നതോടെ ക്രൂരമായ കൊലപാതകം വരെ നടത്തുന്നു. ജിഷയുടെ കേസിലെ പ്രതിയും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. 1 കിലോഗ്രാം ബ്രൗൺ ഷുഗറിന് 1 കോടിയിലധികം രൂപയാണ് വില വരുന്നത്. ഇത് വ്യാപകമായി കേരളത്തിലെത്തിക്കുന്നതും അന്യസംസ്ഥാന തൊഴിലാളികളാണെന്നാണ് എക്സൈസ് പറയുന്നത്. കേരളത്തിൽ വന്നുപോയിക്കൊണ്ട് നിൽക്കുന്ന ഇടനിലക്കാരായ അന്യസംസ്ഥാനക്കാരാണ് ഇതിന് പിന്നിൽ. വരും ദിവസങ്ങളിൽ തൊഴിലാളികൾക്കിടയിൽ ശക്തമായ പരിശോധനകൾ നടത്താനാണ് എക്സൈസ് വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഷാജഹാൻ റിപ്പോർട്ട് തയ്യാറാക്കിയ ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഷാജി, ഒരു ദുരന്തം വന്ന ഘട്ടത്തിൽ ദുരന്തങ്ങൾ ഈ രീതിയിലുള്ള, അല്ലെങ്കിൽ ഇത്രത്തോളം ദാരുണമല്ലെങ്കിലും ഇവരെ മുൻനിർത്തിയുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുള്ള ഒട്ടേറെ കേസുകൾ മുൻകാലങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഇവരെ സംബന്ധിച്ചുള്ള അന്വേഷണവും ഡേറ്റ കളക്ഷൻസും ഒക്കെ. ഇന്നിപ്പോൾ പൊതുവെ വിലയിരുത്തുമ്പോൾ ക്യാമ്പുകളടക്കം ഒരുപക്ഷെ ഷാജി സന്ദർശിച്ചപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥരുമായി അടക്കം ആശയവിനിമയം നടത്തിയപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഗുരുതരമായ കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്? പ്രതീക്ഷ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം പെരുമ്പാവൂരിൽ മാത്രം നമ്മൾ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 4 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളാണ് ഉള്ളത്. ഇതിൽ ഏതൊക്കെ സംസ്ഥാനക്കാരാണെന്നുള്ളത് കൃത്യമായ കണക്കുകൾ ആരുടെയും പക്കലില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസാണ് വിവരങ്ങൾ ശേഖരിക്കേണ്ടത്. പക്ഷേ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഒരു ക്യാമ്പിൽ ഇന്ന് ഒരു 20 പേരുണ്ടെങ്കിൽ നാളെ അവർ മറ്റൊരു ക്യാമ്പിലായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ടൊരു കണക്ക് ശേഖരിക്കാൻ സാധിക്കുന്നില്ല. മാത്രവുമല്ല, ഈ എക്സൈസ് ഇപ്പോൾ പറയുന്നതനുസരിച്ച് ഈ ക്യാമ്പുകളിലൊക്കെ വ്യാപകമായിട്ട് ബ്രൗൺ ഷുഗറും കഞ്ചാവും വരുന്നുണ്ട്. ബംഗാളിൽ നിന്നാണ് ഇത് അധികവും എത്തുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഈ അക്രമവാസനയുള്ള തൊഴിലാളികൾ കൂടുതലും ഈ മയക്കുമരുന്നിന് അടിമകളാണ്. അങ്ങനെ വരുന്നതോടുകൂടി ഇവർ ചെയ്യുന്നത് എന്താണെന്ന് പോലും ഇവർ അറിയുന്നില്ല. അത്ര ക്രൂരമായ രീതിയിലുള്ള കൊലപാതകങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ പെരുമ്പാവൂർ സംഭവം തന്നെ അതിന് ഉദാഹരണമാണ്. ഇത് കൂടാതെ കഴിഞ്ഞ ഏകദേശം 2015 ആലപ്പുഴ കുട്ടനാട്ടിൽ ഒരു ഷാപ്പ് ഉടമയെ കൊന്നിരുന്നു. അതും ഇത്തരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളിയായിരുന്നു. അദ്ദേഹത്തെ കൊന്നതിന് ശേഷം വളച്ച് ഒടിച്ച് ഫ്രീസറിനുള്ളിൽ തിരികെ വെക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ ഇവരുടെ കൊലപാതകങ്ങളും അല്ലെങ്കിൽ ഇവർ നടത്തുന്ന ആക്രമണങ്ങളും ഒക്കെ നമ്മൾ പരിശോധിച്ചു കളഞ്ഞാൽ അതിക്രൂരമായ രീതിയിലുള്ള കൊലപാതകങ്ങളും അല്ലെ അത്തരത്തിലുള്ള അക്രമങ്ങളുമാണ് നടക്കുന്നത്. പെരുമ്പാവൂർ പോലീസിൽ തന്നെ ഇത്തരത്തിൽ നിരവധി കേസുകളുണ്ട്. മാത്രവുമല്ല, ഇവരുടെ സ്വന്തം നാട്ടിൽ കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തെ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുകൾ തന്നെയാണ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഒക്കെ നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷെ ഇവരെ കൃത്യമായിട്ട് പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവിടെയാണ് ഷാജി. കാരണം സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കൈവശം കണക്കുകളില്ല. സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ 2 വർഷം മുൻപ് നമ്മൾ ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുന്ന കണക്കുകൾ 2 വർഷം മുമ്പത്തെ കണക്കാണ്. അതും ആ ഘട്ടത്തിൽ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു കണക്കുകൾ എല്ലാവർക്കും അറിയാം, അന്നത്തെ സാഹചര്യങ്ങൾ. അതിനുശേഷം തൊഴിൽ വകുപ്പ് ബന്ധപ്പെട്ട് ഒരു ഡേറ്റ കളക്ഷനിലേക്ക് പോയെങ്കിലും അതും ഒന്നും നടന്നിട്ടില്ല. ഇത്രത്തോളം പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ, ആലപ്പുഴ ഉൾപ്പെടുന്ന മധ്യ കേരളത്തിലടക്കം ഇവരുടെയൊക്കെ തന്നെ വലിയ തോതിലുള്ള വർദ്ധിച്ചു വരുന്ന തൊഴിലാളികൾ വരുന്നു. പക്ഷേ ഇവരുടെ ന്യായമായും തൊഴിൽ മേഖലയ്ക്ക് അപ്പുറത്തേക്ക് ഇവരുടെ ക്രൈം വാസന കൂടുന്നു എന്നാണോ പോലീസ് പറയുന്നത്? അങ്ങനെയെങ്കിൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഇവരുമായി ബന്ധപ്പെട്ട് ഇവരെ ഇറക്കുന്ന ഏജന്റുമായിട്ടോ ഏതെങ്കിലും ബന്ധം അതാത് സ്ഥലങ്ങളിലെ പോലീസുകാർക്കുണ്ടോ? തികഞ്ഞൊരു വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിക്കുന്നുണ്ടോ ഷാജി?
തീർച്ചയായിട്ടും പ്രതീക്ഷ, കാരണം പോലീസ് കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ കരാർ അടിസ്ഥാനത്തിലാണ് തൊഴിലാളികളെ അന്യ സംസ്ഥാനത്തു നിന്നും കൊണ്ടുവരുന്നത്. ഈ കരാർ ഉടമകൾ കൃത്യമായിട്ടും പോലീസിൽ തങ്ങളുടെ കീഴിലുള്ള തൊഴിലാളികളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകണമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷെ അത് ജിഷയുടെ സംഭവത്തിൽ പോലും ഉണ്ടായില്ല. മാത്രമല്ല, ജിഷ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതി താമസിച്ചിരുന്ന റൂമിൽ ഇയാളോടൊപ്പം താമസിച്ചിരുന്നവർ പോലും സംഭവ ദിവസവും അതിനുശേഷവും പോലീസൊക്കെ എത്തി വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ പോലും കൃത്യമായിട്ടുള്ള കണക്കുകളോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരാൾ മിസ്സിംഗ് ഉണ്ട് എന്നുള്ള കാര്യം പോലും പോലീസിനെ അറിയിച്ചിരുന്നില്ല. ഇത്തരത്തിൽ പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടാണ് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ, അതായത് ഇവരുടെ ക്യാമ്പുകളിലേക്ക് ആരോഗ്യ വകുപ്പോ അല്ലെങ്കിൽ നട്കോട്ടി വിഭാഗമോ പരിശോധന നടത്തുന്നില്ല എന്നാണോ, അതോ നടത്താൻ കഴിയാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും നിലനിൽക്കുന്നു? എന്താണ് സ്വാഭാവികം അവിടെയൊക്കെ ഒരു വീഴ്ച സംഭവിക്കുന്നത്? ആരോഗ്യവകുപ്പ് കാരണം ക്യാമ്പുകൾ അടക്കം ഒരുപക്ഷെ ചില റിപ്പോർട്ടുകളെങ്കിലും മാധ്യമങ്ങൾ പുറത്തുവിട്ടുണ്ട്. അത്രത്തോളം ഗുരുതരമായ രീതിയിൽ പാൻമല മസാല അടക്കം ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഉള്ള ഒരു ക്യാമ്പുകളാണ് ഇവരുടെയൊക്കെ ഇവർ തങ്ങുന്നത്. അവിടേക്ക് പോലും ഇത്തരത്തിൽ വ്യക്തമായ ഒരു വിവരശേഖരണത്തിനോ പരിശോധനയ്ക്കോ പോലും തയ്യാറാകുന്നതില്ലെങ്കിൽ അത് അനാസ്ഥയാണോ, അതോ അതിനുള്ള തടസ്സം മറ്റെന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. അവർ പറയുന്നത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥ ബലം, അതായത് ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥരില്ല എന്നുള്ളൊരു ഒഴിവാണ് അവർ ഇതിനായിട്ട് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ ക്യാമ്പുകളിലൊക്കെ തന്നെ നമ്മൾ ചെന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിൽ പോലീസിന്റേതോ അല്ലെങ്കിൽ എക്സൈസ് വിഭാഗത്തിന്റേതോ കാര്യമായിട്ടുള്ള പരിശോധനകളൊന്നും തന്നെ ഈ ക്യാമ്പുകളിൽ എത്തുന്നില്ല. കാര്യം ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ഓരോ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഇവരൊക്കെ തന്നെ വളരെയധികം ക്രൂര മനോഭാവത്തോടെ ഉള്ളവരാണ്. പലരും ഇത്തരത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളാണ്. ഇവരുടെ ജോലി കഴിഞ്ഞാൽ, ഇവർ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ മദ്യസൽക്കാരങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യാപകമായിട്ട് മയക്കുമരുന്നുമൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ, ക്രൂരമായ തരത്തിലുള്ള അക്രമങ്ങൾ കൂടി വരുന്നതും. പക്ഷെ ഇത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകളൊന്നും തന്നെ ഒരു പ്രതി ഇനിയും ഇത്തരത്തിലൊരു സംഭവം പെരുമ്പാവൂർ ഉണ്ടായാൽ പോലും അത് ആരാണെന്ന് കൃത്യമായിട്ട് പോലീസിന് കണ്ടെത്താനായിട്ട് ഒരു പക്ഷേ ഇതുപോലെ മാസങ്ങൾ തന്നെ വേണ്ടി വരും. അത് കൃത്യമായൊരു കണക്ക് പോലീസിന്റെ പക്കലില്ല. ഏകദേശം 25 ലക്ഷത്തോളം വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗിക കണക്ക്. പക്ഷേ കൃത്യമായിട്ടൊരു കണക്ക് ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് ഷാജി, കരാറുകാർ ഏജന്റുമാരൊക്കെ കൊണ്ടുവരുന്ന തൊഴിലാളികൾ അത് പ്രതിവർഷം ഏകദേശം ഓരോ വർഷവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. 2 വർഷം മുൻപുള്ള കണക്കുകൾ എടുത്താൽ ഏകദേശം 25 ലക്ഷം. പിന്നീട് വർഷങ്ങൾ കടന്നു പോകുന്നു. പ്രതിമാസം ഇങ്ങനെ കണക്കുകൾ ഓരോ അതിലേറെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ ക്രിമിനലുകളടക്കം കടന്നു വരുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഈ ഒരു മോണിറ്ററിംഗ് സംവിധാനം അത് മൗലികാവകാശങ്ങളൊക്കെ നിലനിർത്തി ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും തൊഴിൽ മേഖലയിലെ ഒക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് എന്ത് മോണിറ്ററിംഗ് ആയിരിക്കും ഒരു പക്ഷേ സാധ്യമാവുക എന്നാണ് ഇന്നത്തെ സാഹചര്യത്തിലെങ്കിലും മുന്നോട്ട് വയ്ക്കപ്പെടാൻ കഴിയുക? അങ്ങനെ ഏതെങ്കിലും ഒരു ചർച്ചകൾ ഈ അപകടത്തിന്റെ അടിസ്ഥാനത്തിലോ ഈ കൊലപാതകത്തിന്റെ അടിസ്ഥാനത്തിലോ നടക്കുന്നുണ്ടോ? അത്തരത്തിൽ യാതൊരുവിധ പുതിയ ചർച്ചകളും ഇനിയും ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പോൾ അതായത് ഞാൻ ചോദിക്കാൻ കാര്യം DGPയുടെ അല്പസമയം മുമ്പ് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴും അതിനകത്ത് അവിടെ മൗലികമായ അവകാശങ്ങളും ഭരണഘടനാപരമായ ഒട്ടേറെ കാര്യങ്ങളുമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു മോണിറ്ററിംഗ് സംവിധാനത്തിലുള്ള ചർച്ചകൾ ഇനിയും ആരംഭിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഒരു ചർച്ചയ്ക്കുള്ള തുടക്കം ഇടുകയാണെങ്കിൽ ഒരു പ്രതീക്ഷ എന്തായാലും ഇക്കാര്യത്തിലൊക്കെ വെക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഇപ്പോൾ പോലീസ് പറയുന്നത് കൃത്യമായിട്ടും ഒരു സ്ഥലത്ത് ഒരു 50 പേര് താമസിക്കുന്നുണ്ടെങ്കിൽ അവർ 2 ആഴ്ച കഴിയുമ്പോൾ അവിടെ പുതിയ ആളുകളാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഡിവൈഎസ്പി ഹരികൃഷ്ണൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഇവരെ കൃത്യമായിട്ട് ഇത് പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. ഇവരുടെ ഫിംഗർ പ്രിന്റ് അടക്കമുള്ള രേഖകളൊക്കെ തന്നെ ശേഖരിച്ചിരുന്നു. പക്ഷെ 2 ആഴ്ചയ്ക്ക് ശേഷം ഇവരൊക്കെ എവിടെയാണ് എന്ന് പോലും അറിയാൻ വയ്യാത്തൊരു സ്ഥിതിയും പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കരാർ ഉടമകൾ, അതായത് ഈ കരാറുകാർ ഈ ജോലിക്ക് കൊണ്ടുവരുന്നവരുടെ ഒരു ഭാഗത്തും ഉണ്ടാകുന്ന വീഴ്ചയാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അത്തരത്തിൽ കരാർ ഉടമകളും പോലീസും തമ്മിലൊരു പുതിയ തരത്തിലുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള സംഭവങ്ങളും അല്ലെങ്കിൽ സംഭവം ഉണ്ടായാൽ പ്രതികളെ പിടികൂടുന്നതിനും പോലീസിന് കഴിയുകയുള്ളൂ. ഷാജി, ഒപ്പം ഈ ക്യാമ്പുകളിൽ അന്യസംസ്ഥാന പ്രത്യേകിച്ച് പശ്ചിമബംഗാൾ പ്രധാനമായി എടുത്തു നോക്കുമ്പോൾ വടക്കിഴക്കൻ മേഖലകൾ, അവിടെ നിന്നാണ് അസം, ബംഗാൾ അടക്കമുള്ള മേഖലകൾ, ആ മേഖലകളിൽ നിന്നാണ് ഹിന്ദി ഒഴികെയുള്ള മറ്റ് ഹിന്ദി ഭാഷ സംസാരിക്കാത്ത മറ്റ് മേഖലകളിൽ നിന്നും ഉള്ള ആളുകൾ, ബംഗാളി മേഖലകൾ മാത്രമല്ല അവിടേക്ക് കുടിയേറ്റ അതിർത്തിയിലൂടെ, പ്രത്യേകിച്ച് അറിയാമല്ലോ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം അടക്കം അസാമിലൂടെ അടക്കം കടന്നു വരുന്നു. ഇവരൊക്കെ വരുമ്പോൾ പല രീതിയിലുള്ള ആളുകളാണ്, ക്രിമിനലുകൾ പോലും അവിടെ നിന്നും ഇടം തേടി രക്ഷ തേടി ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ കൃത്യമായി ചെന്നു കഴിഞ്ഞാൽ
കൊടും ക്രിമിനലുകൾ പോലും പല താവളങ്ങളിലും പല ക്യാമ്പുകളിലും ഉണ്ട് എന്ന് കരുതേണ്ടി വരും. തീർച്ചയായിട്ടും പ്രതീക്ഷ, കാരണം കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് അസമിൽ പോയിട്ട് വന്നിട്ടുള്ള, അസമിലും ബംഗാളിലും ഒക്കെ പോയിട്ട് വന്ന പോലീസ് ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞത് ആ പ്രദേശങ്ങളൊക്കെ തന്നെ വളരെ ക്രിമിനലുകൾ താമസിക്കുന്ന ഏരിയയാണ്. അത്തരം ഏരിയകളിലുള്ളവരാണ് കൂടുതലായിട്ടും ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും പോലീസിൽ കേസെടുക്കുകയും അല്ലെങ്കിൽ പോലീസിനെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടുകൊണ്ട് ഒരു ഒളിത്താവളമായിട്ടാണ് ഇവരിൽ പലരും കേരളത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെത്തിയാലും ഇവരാരാണ് എന്താണോ എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇവരോടൊപ്പമുള്ളവർ പുറത്തു പറയാനും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് മറ്റ് ഒരു കൊലപാതകമോ അല്ലെ ഇവർക്കെതിരെ മറ്റൊരു ക്രൈമോ വരുമ്പോൾ മാത്രമാണ് ഇവരെക്കുറിച്ച് അന്വേഷിക്കുകയും അത്തരത്തിലുള്ള ഒരു തെളിവുകൾ അല്ലെ അത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ദിശ കേസുമായി ബന്ധപ്പെട്ട പ്രതിയും സംഭവങ്ങളൊക്കെ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല ഇയാൾ നാട്ടിലും ഇവിടെ കേരളത്തിലെത്തിയതിനു ശേഷവും ഇത്തരത്തിൽ ചില അക്രമങ്ങളും അതോടൊപ്പം തന്നെ ചില കേസുകളും പെരുമ്പാവൂർ പോലീസ് തന്നെ എടുത്തിട്ടുണ്ട് എന്നുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളെ മുൻകൂട്ടി നിശ്ചയിക്കുന്നതിന് നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കുകളോ ഇതിന്റെ ഭാഗത്തു നിന്നുള്ള യാതൊരുവിധ വിവരങ്ങളോ ഇന്നും സർക്കാരിന്റെ ഭാഗത്തില്ല. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാലും ഇതുപോലെ തന്നെ പോലീസിന് പ്രതികൾക്ക് രേഖാചിത്രവും മറ്റും തയ്യാറാക്കി തെരച്ചിൽ നടത്തേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സംഭവത്തിന് ശേഷം ഈ മേഖലകൾ ക്യാമ്പുകളോ അല്ലെങ്കിൽ ഇവർ തങ്ങുന്ന പ്രദേശങ്ങളിലൊക്കെ ആരോഗ്യവകുപ്പ് അധികൃതരോ നാർക്കോട്ടിക് വിഭാഗമോ പരിശോധന കർശനമാക്കുകയും അങ്ങനെ ഈ പറയുന്ന കഞ്ചാവ് അടക്കമുള്ള പാൻമസാല അടക്കം പിടിച്ചെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ എക്സൈസ് വിഭാഗം ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്? സ്വാഭാവികമായിട്ടും എക്സൈസിന് ആദ്യമൊക്കെ ചില കേസുകൾ കിട്ടി. അതിനുശേഷം ഇവർ ചില പരിശോധന നടത്തി. പരിശോധനയിൽ നിന്നാണ് ഇവർക്ക് ബ്രൗൺ ഷുഗർ, വ്യാപകമായിട്ട് ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലാകുന്നത്. ബംഗാളിൽ നിന്നാണ് ബ്രൗൺ ഷുഗർ എത്തുന്നത്. 1 കിലോയ്ക്ക് 1 കോടിയോളം രൂപ വില വരുമെന്നാണ് എക്സൈസ് വിഭാഗം തന്നെ പറയുന്നത്. മാത്രമല്ല കഞ്ചാവ്, വ്യാപകമായിട്ട് കഞ്ചാവ് എത്തുന്നുണ്ട്. ഈ കഞ്ചാവ് ചെറിയ പൊടികളിലായിട്ട് ഇവർ ക്യാമ്പുകളിൽ തന്നെ വിറ്റ് വരുന്നു. ഇതിന് പ്രത്യേക ഏജൻസികൾ തന്നെയുണ്ട്. ഈ കഞ്ചാവ് ബംഗാളിൽ നിന്ന് ഇവിടെ കൊണ്ടുവരാനും ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഇത് വ്യാപകമായിട്ട് വിറ്റഴിക്കുന്നതിനും പ്രത്യേക ആളുകൾ തന്നെ ഇതിനുണ്ട്. ഇത്തരം ആളുകളെ കണ്ടെത്തി പിടികൂടുന്നതിനുള്ള ശ്രമമാണ് ഇനി എക്സൈസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഷാജി, ഇവർക്ക് ഈ രീതിയിൽ മയക്കുമരുന്നടക്കം നൽകാനുള്ള വലിയ ശൃംഖലയുണ്ട് ഇവർക്കിടയിൽ. കാരണം വലിയ രീതിയിൽ അവരുടെ തൊഴിൽ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ വേതന വ്യവസ്ഥ വലിയ രീതിയിൽ നിലനിൽക്കുന്നു. മാത്രമല്ല അതുകൊണ്ട് പലരും ഇവിടെ തങ്ങാനുള്ള ഒരു ഇടത്താവളമായി മാറുന്ന കേരളത്തെ മാറ്റുന്ന ഒരു സാഹചര്യം. മാത്രമല്ല അവിടേക്ക് അവരെ കൂടി ചൂഷണം ചെയ്യുന്ന ഒരു ശൃംഖല നിലനിൽക്കുന്നു എന്നുകൂടി പറയേണ്ടി വരും. തീർച്ചയായിട്ടും പ്രജീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ പലതരത്തിലുള്ള തൊഴിലാളികളാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. ചില തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് തങ്ങൾക്ക് പാരമ്പര്യമായ തൊഴിലുകൾ അറിയാവുന്നവരുണ്ട്. അത്തരം തൊഴിലാളികൾക്ക് 1000 രൂപ മുതൽ 1200 രൂപ വരെ പ്രതിദിനം ഇവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെ പ്രജീഷ് സൂചിപ്പിച്ച പോലെയുള്ള തൊഴിലാളികളുമുണ്ട്. അവർക്ക് 400-ഉം 300-ഉം രൂപ വരെ ശമ്പളത്തിനാണ് അവർ ജോലി ചെയ്തു വരുന്നത്. എന്തായാലും ഇവരുടെയൊക്കെ താമസത്തിനും അല്ലെങ്കിൽ ഭക്ഷണത്തിനുമായിട്ട് ചെലവ് വരുന്നത് ഒരു പ്രതിമാസം 2000 രൂപ. വ്യക്തമാണ്, വളരെ ഗുരുതരമായ റിപ്പോർട്ടാണ്. എന്തായാലും ജിഷ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ട ഒരു സാഹചര്യം, ഇവരുടെയൊക്കെ തന്നെ ഡേറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്വീകരിച്ച നടപടികൾ പരിശോധിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എന്തായാലും എത്തിച്ചേർന്നിരിക്കുന്നു. ഗുരുതരമായ രീതിയിലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇവർ തങ്ങുന്ന ക്യാമ്പുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഷാജി റിപ്പോർട്ട് ചെയ്തത്.